എൻ്റെ ശബ്ദത്തിൻ്റെ പരിധിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുപോലെ വിഷയങ്ങൾ ആഞ്ഞടിക്കും. അത് പണമുള്ളവൻ്റെ ജീവിതത്തിലാണേലും കൊള്ളാം, പണം ഇല്ലാത്തവൻ്റെ ജീവിതത്തിലാണേലും കൊള്ളാം. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറയുന്നതിന് മുമ്പേ നമുക്ക് പല രീതിയിലുള്ള പ്രതികൂലങ്ങളുണ്ടാവും. കാശില്ലാത്തവന് കാശില്ലാത്തതായിരിക്കാം, കാശുള്ളവന് രോഗസംബന്ധമായ വിഷയങ്ങളായിരിക്കാം. കാശുള്ളവൻ ആ രോഗം മാറാൻ സകല ഹോസ്പിറ്റലുകളിലും ഓടി നടന്ന് ലാസ്റ്റ് ധ്യാനങ്ങളും പ്രാർത്ഥനക്കൂട്ടങ്ങളിലും മന്ത്രവാദികളുടെ അടുക്കലും അങ്ങനെ എവിടൊക്കെ പോയി ഇവൻ അതിൽ നിന്ന് രക്ഷപ്പെടാവോ അതെല്ലാം അവൻ നോക്കും. കാശില്ലാത്തവൻ കാശുണ്ടാക്കാനായിട്ട് പല രീതിയിൽ അവൻ പല മാർഗങ്ങൾ സ്വീകരിക്കും. ചിലർ ദൈവത്തെ വിറ്റ് ജീവിക്കുന്ന ഒരു മേഖല തിരഞ്ഞെടുക്കും. അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ ഇന്ന് വഞ്ചിതരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഏതു വിഷയത്തിനും നമുക്ക് ഓടിച്ചെല്ലാൻ ഒരു സ്ഥലമുണ്ട്. അത് ലോകത്തിലുള്ള എല്ലാവർക്കും ഒരേ ഒരു സ്ഥലമാണ്, ദൈവത്തിൻ്റെ സന്നിധി. അത് എല്ലാവർക്കും ഒരുപോലാണ്. അതിന് വലിയവനെന്നോ ചെറിയവനെന്നോ ജാതിയോ മതമോ ഒന്നുമില്ല. ദൈവസന്നിധിയിൽ ചെല്ലുക. നമ്മുടെ ദുഃഖം നമ്മുടെ കൂട്ടുകാരോടോ നമ്മുടെ കൂട്ടരെടുക്കലോ പറഞ്ഞാൽ അപ്പോൾ അവർ നമുക്കൊപ്പം നിന്ന് നമ്മളെ ഒന്ന് തലോടുമെങ്കിലും അതിൻ്റെ ഇരട്ടിയായിട്ട് അവരാനന്ദിക്കുകയും മറ്റുള്ളവരൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുകയും ചെയ്യും. അതൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. ചിലപ്പോൾ അവൻ നിന്നെ ഒന്ന് ചെറിയ രീതി ഹെൽപ്പ് ചെയ്യും. മനുഷ്യൻ അവൻ ബലഹീനനാണ്. അവൻ നിനക്ക് 100 രൂപ തന്നാൽ അവൻ 100 പേരുടെയൊക്കെ പറയാതെ അവൻ കിടന്നുറങ്ങുകയില്ല. എന്നാൽ നീ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ നിൻ്റെ പ്രയാസം നീ ഷെയർ ചെയ്താൽ, ചിലർ പറയത്തില്ലേ നൂലെ കെട്ടി നിനക്ക് തരുമോ എന്നൊക്കെ ചോദിക്കത്തില്ലേ, നിനക്ക് തരും. നിൻ്റെ വീട്ടിൽ നിൻ്റെ ബുദ്ധിമുട്ടനുസരിച്ച് നിൻ്റെ ദൈവം അവിടെ ആളെ അയക്കും. അവൻ അത് ദൈവത്താൽ നിയോഗിച്ച ഒരു മനുഷ്യനായിരിക്കും. അത് ലോകത്തിൽ മറ്റേ ആരും അറിയത്തില്ല. അവനും നീയുമല്ലാതെ ആരും അറിയത്തില്ല. അതാണ് ദൈവം നൂലെ കെട്ടിത്തരിക എന്ന് പറയുന്ന ഒരു പദ്ധതി. അതാ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറഞ്ഞാൽ നിൻ്റെ ആരോഗ്യമാണ്. നിൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം നീ ജോലി ചെയ്യുക. ജോലി ചെയ്യാതെ നീ മടിയനായിട്ട് മറ്റുള്ളവരുടെ പോക്കറ്റ് കൊള്ളയടിക്കാനിരുന്നാൽ, പ്രിയ സഹോദര, നിനക്ക് ഈ ലോകത്തിൽ നിന്നെയും പരിഹാസവുമല്ലാതെ ഒന്നും സമ്പാദിക്കാൻ പറ്റത്തില്ല. ആദ്യം നീ വൈറ്റ് ആൻഡ് വൈറ്റ് നീ ഉപേക്ഷിക്കുക. ഏത് ജോലി ചെയ്യാനും നീ തയ്യാറാകുക. ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഉള്ള കണക്ക് നമ്മുടെ പിള്ളേർ ഇവിടുന്ന് പോയിട്ട് പല ജോലിയും ചെയ്യും, ഇവിടെ ചെയ്യത്തില്ല. എന്ത് ജോലി ചെയ്യാൻ നീ തയ്യാറായാൽ, ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ വന്ന് ഇപ്പോൾ കോടികൾ അവരുടെ നാട്ടിലോട്ട് സമ്പാദിച്ചുകൊണ്ടാണ് പോകുന്നത്. നീ ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ നിൻ്റെ അഭിമാനം നിന്നെ സമ്മതിക്കത്തില്ല. നീ അതിന് തയ്യാറായാൽ നിനക്കാരുടെ മുമ്പ് കൈ നീട്ടേണ്ടി വരത്തില്ല. കൈ നീട്ടുന്നത് അപമാനക്കേടാണ്. നിന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവർ നാളെ നിന്നെ പുച്ഛിക്കും. നീ ഓർക്കും അവൻ പറയത്തില്ലെന്ന്, പക്ഷെ അവൻ പറയും, നിന്നെ പരിഹസിക്കും. നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് നിൻ്റെ അധ്വാന ബലത്തിൽ നിന്ന് നീ സമ്പാദിച്ചാൽ ആ പൈസ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നിൻ്റെ കൂട്ടുകാരോ നിൻ്റെ ചാർച്ചക്കാരോ നിൻ്റെ ബന്ധുമിത്രാദികളോ ചോദിക്കത്തില്ല. എന്നാൽ പണമില്ലെങ്കിൽ
നിന്നെ അവരെല്ലാം കൈയൊഴിയും, നിന്നെ മാറ്റി നിർത്തും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യം, സർവശക്തനായ ദൈവത്തിൻ്റെയൊക്കെ ആരോഗ്യം ഉള്ളൊരു ശരീരം ചോദിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് വൃദ്ധയാണ്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ വിഷയങ്ങളിൽ നിന്നെല്ലാം സർവശക്തനായ ദൈവം നിങ്ങളെ വിടുവിക്കും.